കൃഷ്ണ 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 ഹരേ 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 രാമ 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 ഹരേ 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 കൃഷ്ണ 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 ഹരേ 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 രാമ ഹരേ 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 കൃഷ്ണ 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 ഹരേ 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 രാമ 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 ഹരേ 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 കൃഷ്ണ 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 ഹരേ 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 രാമ 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 ഹരേ 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 കൃഷ്ണ 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 ഹരേ 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 രാമ 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 ഹരേ 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 കൃഷ്ണ 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 ഹരേ 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 രാമ രാമ ഹരേ 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 കൃഷ്ണ കൃഷ്ണ ഹരേ ഹരേ സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ. ശ്രീരാമലക്ഷ്മണന്മാര് വാനരസേനയോട് കൂടിയിട്ട് സമുദ്രത്തിൽ സേതു ബന്ധിച്ചു. സേതുബന്ധം കഴിഞ്ഞിട്ട് അവർ പോന്നു, നേരെ അവിടേക്ക് പോന്നു, ലങ്കയിലേക്ക് പ്രവേശിച്ചു. ഈ ലങ്കയിലേക്ക് പ്രവേശിച്ച് ഈ സേതുബന്ധം ചെയ്ത സമയത്ത് ഭഗവാൻ ശ്രീപരമേശ്വരനെ ഭജിച്ചു, നമസ്കരിച്ചു എന്നൊരു പ്രയോഗം പിന്നീട് തിരിച്ചു വരുന്ന സമയത്ത് ഈ സേതു കാണുമ്പം പറയുന്നുണ്ട്. ഇവിടെ നിന്നാണ് ഞങ്ങൾ ശിവനെ ഭജിച്ചത്. നമ്മൾ രാമേശ്വരത്തിൻ്റെ കഥ പറയുമ്പം പറയാറില്ലേ, അധ്യാത്മരാമായണത്തിൽ അതൊക്കെ വളരെ വിപുലമായ രീതിയിൽ വിസ്തരിച്ച് പറഞ്ഞിട്ടുണ്ട്. ഇവിടെ അത്രയ്ക്ക് വിസ്തരിച്ച് പറഞ്ഞിട്ടില്ല, എങ്കിലും സൂചനയുണ്ട് അങ്ങനെ സംഗതി ചെയ്തു എന്ന്. അത് തിരിച്ചു വരുമ്പോഴാണ് അത് പറയുന്നത് കേമായിട്ട്. അങ്ങനെയാണ്. അങ്ങനെ ഈ സമുദ്രത്തിൻ്റെ അപ്പുറത്തേക്ക് കടന്നിട്ട് ഇവര് സതു സുബേലസ്യ ശൈലസ്യ സമീപേ രാമലക്ഷ്മണവും പ്രച്ഛന്ന. ഇവര് സുബേല പർവ്വതം എന്ന് പറഞ്ഞ പർവ്വതത്തിലാണ് ചെന്നിറങ്ങിയത് ലങ്കയിൽ. അങ്ങനെ ഇവരെന്താ ചെയ്തു വെച്ചാൽ ഈ സുബേലത്തിൽ ചെന്ന് അവരവിടെ ഈ ലങ്കയെ നല്ലോണം വീക്ഷിച്ചു. ലങ്കയുടെ സ്വരൂപം, ലങ്കയുടെ സമ്പ്രദായം ഇതൊക്കെ കണ്ട് പുറപ്പെട്ട അവരങ്ങനെ മഹാകേമായിട്ടുള്ള ഈ ലങ്ക കണ്ട മാതിരിയൊന്നുമല്ല, വളരെ ആർഭാടമുള്ളതാണ്. ഇത്രക്കൂടം എന്ന് പറഞ്ഞ പർവ്വതത്തിൻ്റെ മുകളിൽ ലങ്ക ഇങ്ങനെ നിൽക്കുന്നത് മഹാകേമായിട്ട് കാണേണ്ടതാണ്. അതിവിടെ തന്നെ പറയും, രാത്രിയിൽ ഈ ലങ്ക ഇങ്ങനെ നിൽക്കുന്നത് കണ്ടാൽ ആകാശത്ത് കെട്ടി തൂക്കിയിട്ടതാണ് എന്ന് തോന്നും എന്നാണ്. അങ്ങനെ ഒരു പ്രയോഗം ഉണ്ട് ഇവിടെ. എന്നുവെച്ചാൽ എന്താ അർത്ഥം? കെട്ടി തൂക്കിയിട്ട് രാത്രിയാവുമ്പോൾ നമുക്ക് മുകളിലേക്കും കീഴ്പോട്ടും കാണില്ലല്ലോ. അപ്പോൾ ഇരുട്ടത്ത് ഈ വിളക്കൊക്കെ ഇങ്ങനെ കത്തുമ്പോഴേ ആ വിളക്കുള്ള ഭാഗം മാത്രമല്ലേ കാണുള്ളൂ. അപ്പോൾ നമുക്ക് എന്ത് തോന്നും? അന്തരീക്ഷത്തിൽ എവിടെയോ തൂക്കിയിട്ടൊരു പട്ടണമാണ് ഇത് എന്ന് തോന്നും. അങ്ങനെ ശരി തന്നെയാണ്, അങ്ങനെ തോന്നും. അന്നത്തെ കാലത്ത് ഇന്നത്തെ മാതിരി വൈദ്യുതി വിളക്കൊന്നും ധാരാളം ഇല്ലാത്തതുകൊണ്ട് ഈ പർവ്വതത്തിൻ്റെ മുകളിലിരിക്കണ ഈ കൊട്ടാരത്തിലുണ്ടാവണ ലൈറ്റിൻ്റെയും വെളിച്ചത്തിൻ്റെയും ഒക്കെ പ്രഭാവം കൊണ്ട് അങ്ങനെ ഒരു തോന്നുക. അത്ര മനോഹരമാണ് എന്താ ലങ്ക. അപ്പം ആ ലങ്കയിലേക്ക് സുബേലത്തേക്ക് കടന്നു. അപ്പം ഈ സീത ഇങ്ങനെ എന്താ വെച്ചാൽ സീത ഇങ്ങനെ ഇവിടെ ഇരിക്കുകയല്ലേ. അപ്പം വിദ്യുജിഹൻ എന്ന് പറഞ്ഞ ഒരുത്തനെ എന്ത് ചെയ്തു? പറഞ്ഞയച്ചു. വിദ്യുജിഹൻ, ഈ വിദ്യുജിഹൻ ശൂർപ്പണഖയുടെ ഭർത്താവ് ഒരുത്തൻ വിദ്യുജിഹൻ ഉണ്ടെന്ന് ഇങ്ങനെ പറയാറുണ്ട് ഇതിനിടയ്ക്ക്. അപ്പം ഈ വിദ്യുജിഹൻ എന്ന് പറഞ്ഞ രാക്ഷസനോട് പറഞ്ഞു, സീതയെ പറഞ്ഞ് എന്ത് ചെയ്യണം? മോഹിപ്പിക്കണം. അപ്പം എന്താ ഉണ്ടാവുക വെച്ചാൽ രാമൻ്റെ തല കൊണ്ടുവന്ന് വെട്ടിയിട്ടിട്ട് കൊണ്ടുവന്ന് കാണിച്ചു കൊടുത്തു സീതയ്ക്ക്. സീത ഏതാ? രാമൻ്റെ തല. ഈ മായ കാണിക്കും മറ്റുള്ളൊക്കെ ഈ മായ കാണിക്കണവരാണ് രാക്ഷസന്മാരെ. മായ കാണിക്കുക എന്ന് പറഞ്ഞാൽ മനസ്സിലാവില്ലേ, ഇല്ലാത്തതുണ്ടെന്ന് കാണിക്കണതാണ്. അപ്പം അതിങ്ങനെ കാണിച്ചിട്ട് രാമൻ്റെ തല വെട്ടിക്കൊണ്ടുവന്ന് മായാത്തല കൊണ്ടുവന്നിട്ട് സീതയുടെ മുമ്പിലേക്ക് കൊണ്ടുപോയിട്ടു. എന്നിട്ട് പറഞ്ഞു, രാമൻ ഉറങ്ങി കിടക്കുന്ന സമയത്ത് ഞങ്ങൾ തല വെട്ടിക്കൊണ്ടുവന്നതാണ്, രാമൻ മരിച്ചു, ഇനിയിപ്പോൾ അത് ചൊല്ലി നിലവിളിച്ചിട്ടൊന്നും കാര്യമില്ല, ഭാര്യ ഭവ എന്നെന്ത് ചെയ്യുള്ളൂ, അത് കണക്കാക്കണ്ട, രാമൻ മരിച്ചു. ഇങ്ങനെയൊക്കെ കുറേ സീതയോട് ചെയ്ത്. അപ്പോൾ സീത ഇത് കണ്ടപ്പോൾ മോഹാലസ്യപ്പെട്ട് വീഴും ചെയ്തു. അപ്പം എന്താ വെച്ചാൽ രാക്ഷസം ക്രൂരകർമാണം വിദ്യുജിഹ്വം ത്വമാനയ ഏന തദ്രാഘവശിര സംഗ്രാമാൽ സ്വയമാഹൃതം വിദ്യുജിഹസ്തോ വിഗൃഹ്യ ശിരസ്തൽ. നോക്ക്, ഈ ശിരസ് വിദ്യുജിഹം കൊണ്ടുവന്ന് മുമ്പിലിട്ടു എന്ന് മാത്രമല്ല, എന്താണെന്നാണെങ്കിൽ ഈ വിദ്യുജിഹൻ്റെ ഈ പരിപാടി കണ്ടപ്പോഴാണ് കൂട്ടത്തിലിരിക്കുന്ന രാക്ഷസിമാർ ചിലരൊക്കെ ഈ സീതയോട് ലേശം ഭാവമുള്ളവരൊക്കെ ഉണ്ട്. അവരാണ് സീത ഈ സമയത്ത് എന്ത് ചെയ്തത്? ദുഃഖിച്ച സീതയോട് പറഞ്ഞു, സീത ഇങ്ങനെ രാമൻ്റെ തല വെട്ടാനൊന്നും പറ്റില്ല, ഇത് ഈ ത്രിജടയെ പോലെയുള്ളവരൊക്കെ ഉണ്ടല്ലോ. അപ്പോൾ അവരെ ആശ്വസിപ്പിച്ചു കൊടുത്തു. പറഞ്ഞു എന്താ വെച്ചാൽ, പിന്നെ മാത്രമല്ല ഈ രാവണൻ്റെ കൊട്ടാരത്തിൽ സീത താമസിക്കുമ്പം ഈ നമ്മുടെ വിഭീഷണൻ്റെ ഭാര്യ
മകള്. മകളുടെ പേര് കല എന്നാണ്, ഭാര്യ സരമ എന്നും പറയും. ഇവർ രണ്ട് കൂട്ടരും ഏതാണ്ടൊക്കെ ഈ സീതയോട് ഇത്തിരി മനോഭാവമുള്ള കൂട്ടരനെ. അപ്പോൾ അവരൊക്കെ ഈ സീതയ്ക്ക് ഒരു രക്ഷ ആശ്വാസമൊക്കെ ആയിട്ട് ഉണ്ടാവാറുണ്ട്. അപ്പോൾ അവരൊക്കെയാണ് പറഞ്ഞത് എന്താ വെച്ചാൽ അങ്ങനെയൊന്നും എന്താണ്ടായി. അവൾക്ക് രാവണൻ ഈ തലയും കൊണ്ട് വന്ന സമയത്ത് അപ്പുറത്ത് യുദ്ധത്തിന് പുറപ്പാടായി എന്ന് കണ്ട് വെപ്രാളപ്പെട്ട് രാവണൻ അങ്ങോട്ട് പോയി സീതയുടെ മുമ്പ് നിന്ന് പ്രലോഭനം നിർത്തിയിട്ട്. രാവണൻ പോയിപ്പോൾ ഈ തലയും പോയി. എന്താ കാരണം? ഈ മാജിക്കിൽ കാണിക്കുന്ന തലയൊന്നും അതുവരെയല്ലേ ഉണ്ടാവുള്ളൂ. നമുക്ക് വീട്ടിലേക്ക് കൊണ്ടുപോകാനൊന്നും പറ്റുമോ? പറ്റില്ലല്ലോ. അപ്പം ആ മട്ടിൽ അതില്ലേണ്ടി. അപ്പോഴാണ് മനസ്സിലായി ഇത് പറ്റുള്ളൂ മായ കാണിച്ചതാണെന്നൊക്കെ മനസ്സിലാക്കി. അങ്ങനെയൊക്കെ ഉണ്ടായി. അപ്പോഴെന്താ സീതയെ ആശ്വസിപ്പിച്ചു. സരമയാണ് സീതയെ നല്ലോണം ആശ്വസിപ്പിച്ചത്. പേടിക്കേണ്ട കേട്ടോ, ഇങ്ങനെയൊക്കെ ഉണ്ട് എന്നൊക്കെ പറഞ്ഞ്. എങ്ങനെ സീതയൊന്നും സീതയോട് പറഞ്ഞു രാമനെ കൊല്ലാനൊന്നും പറ്റില്ല. ഞാൻ ഇന്നലെ ഒരു സ്വപ്നമൊക്കെ കണ്ടു, മഹാകേമായിട്ട് രാമൻ ഇവിടെ വരണതും എന്നിട്ട് സീതയെ ഇങ്ങനെ കൊണ്ടുപോകുന്നതൊക്കെ കണ്ടു എന്നൊക്കെ പറഞ്ഞ് ആശ്വസിപ്പിച്ചു. അപ്പോൾ സീത പറയുകയും ചെയ്തു അപ്പം പറഞ്ഞ സ്വപ്നം സത്യമാണെന്ന് വെച്ചാൽ അത്ര നന്നായിരുന്നു എന്നൊക്കെ പറഞ്ഞ് ആശ്വസിച്ചു. ഈ കഠിനമായ ദുരിതത്തിലൊരു നല്ല സ്വപ്നത്തെക്കുറിച്ച് പറയുന്നത് പോലും ഒരു ആശ്വാസമാണല്ലോ. ഒരു സ്വപ്നം കാണാൻ പോലും പറ്റാത്ത ദുരിതം അത് മാറിക്കിട്ടില്ലേ. സരമയുടെ വാക്യങ്ങളൊക്കെ കേട്ടു. ഈ സമ്പ്രദായങ്ങളൊക്കെ കേട്ട സമയത്താണ് രാവണൻ്റെ നാശവും ഈ സീതാദേവിയുടെയും സീതാദേവിയെ നേടി രാമൻ്റെ ജയമൊക്കെ ഏതാണ്ട് ഇങ്ങനെ രാക്ഷസി സരമ പറഞ്ഞു കൊടുത്ത സമയത്ത് അതൊക്കെ കേട്ട് സമാധാനമായിട്ടിരിക്കുന്ന സമയത്താണ് എന്താ വെച്ചാൽ ഈ രാമൻ്റെ നേരെ യുദ്ധം ചെയ്യുന്നതാണ് ശ്രേഷ്ഠം. ഇപ്പം എന്നാൽ പാലം കെട്ടി ഇത്രത്തോളം വന്നു, നമ്മൾ പറ്റില്ല ഇവർക്ക് എന്ന് വിചാരിച്ച കാര്യം ഓരോന്നോരോന്നും ഇവരെന്ത് ചെയ്യണുണ്ട്. എന്തായാലും ഇവിടേക്കൊന്നും കടന്നു വരാൻ മാത്രം ഒന്നും ഈ രാവണൻ്റെ നാട്ടിലേക്കൊന്നും വരാൻ മാത്രം പറ്റില്ല എന്ന് വിചാരിച്ച ദിക്കിലേക്ക് ഇപ്പോൾ എല്ലാവരും വരണു. രാവണൻ്റെ അടുത്തേക്ക് വരണു, കൊട്ടാരത്തിലേക്ക് വന്നു. ഇനിയിപ്പോൾ യുദ്ധം തുടങ്ങുക വേണ്ടു. വാനരന്മാർ ഇവിടെ എത്തിയിട്ടുണ്ട്. അങ്ങനെ ഒരു സ്ഥിതി വന്ന സമയത്ത് ഈ എന്താ രാവണൻ്റെ അമ്മയുണ്ടല്ലോ, അമ്മയുടെ മുത്തശ്ശൻ ഒരു മാല്യവാൻ എന്ന് പറയും. ഈ മാല്യവാൻ വന്നിട്ട് രാവണനോട് കുറച്ച് വർത്തമാനമൊക്കെ പറഞ്ഞു. എന്താ വെച്ചാൽ നമ്മൾ ഇങ്ങനെയൊക്കെ രാജാക്കന്മാരാവണ സമയത്ത് നല്ല മട്ടും മാതിരിയും സമ്പ്രദായമൊക്കെ ആയിട്ട് കഴിയണം. ഈ മട്ടുമാതിരി ശരിയല്ല, ഉണ്ണി ഒന്ന് തിരുത്തി നേരെയാക്കിക്കോളൂ. അതെന്താ ശരി, ഈ ലോകത്തിൽ നമ്മൾ മരിച്ചു പോണവരെന്ത് വേണം? ധർമ്മത്തെ ആശ്രയിച്ച് ജീവിച്ച് ആ വഴി കൂടി പോകുക വേണ്ടത്. നമ്മുടെ കയ്യിൽ നിന്ന് ധർമ്മം പോകുമ്പം നമ്മുടെ ശത്രുക്കൾക്ക് നമ്മളെക്കാൾ ശക്തി കൂടും. മനസ്സിലായില്ല? നമ്മുടെ കയ്യിൽ നിന്ന് ധർമ്മം പോകുമ്പോൾ നമ്മുടെ ശത്രുക്കൾക്ക് നമ്മളെക്കാൾ ശക്തി കൂടും. നമ്മുടെ ആരോഗ്യത്തിൻ്റെ ശക്തി ക്ഷയിക്കുമ്പം നമ്മുടെ രോഗാണുക്കൾക്ക് നമ്മളെക്കാൾ എന്തു കൂടും? ശക്തി കൂടും. മുമ്പും വരെ നമ്മുടെ കൂടെ ഉണ്ടെങ്കിലും ആരോഗ്യം അതിലേറെ ബലം ഉള്ളതാവുകൊണ്ട് അവർ കയറി വന്ന് ആക്രമിക്കായിരുന്നു. ഇപ്പോൾ ശക്തി നമ്മുടേത് കുറഞ്ഞപ്പം ആര് കൂടി വന്നു. അതുപോലെയാണ് എന്താ അധർമ്മം നമ്മുടെ കയ്യിൽ കൂടി വരുമ്പോൾ നമ്മുടെ ശത്രുക്കൾക്ക് എന്തു കൂടും? ശക്തി കൂടും. അതുകൊണ്ട് ഉണ്ണിയെ നീ മനസ്സിരുത്തണം എന്നൊക്കെ പറഞ്ഞു. ഇങ്ങനെയൊക്കെ പറഞ്ഞ് രാക്ഷസന്മാർ നശിക്കാൻ പോവുകയാണ്, നീ കാരണം അവരെയൊക്കെ രക്ഷിക്കണം എന്നൊക്കെ പറഞ്ഞ സമയത്ത് ഈ മാല്യവാനോട് എന്താണ്ടായി വെച്ചാൽ മാല്യവാൻ ഇദ്ദേഹം ഈ വർത്തമാനം പറഞ്ഞ സമയത്ത് അദ്ദേഹത്തെ ഒന്നും വേണ്ട മാതിരി ബഹുമാനിച്ചില്ല എന്ന് മാത്രമല്ല അപമാനിക്കുകയും ചെയ്തു. ഒരു കാരണവരാണ്. അദ്ദേഹത്തിൻ്റെ വാക്ക് മാനിച്ചില്ല. ഹിതബുദ്ധ്യായതഹിതം വച പരുഷമുച്യതേ പരപക്ഷം പ്രവിശ്യൈവ നെയ്തൽ ശ്രോത്രഗതം മമ എന്നാ പറഞ്ഞത്. നിങ്ങളൊക്കെ ശത്രുപക്ഷത്തിന് നന്മ ഉണ്ടാവാൻ വേണ്ടിയിട്ടാണ് നാട്യത്തിൽ എനിക്ക് വലിയ ഉപദേശം തരികയാണെന്നുള്ള മട്ടിൽ എൻ്റെ കൂടെ കൂടിയത് എനിക്ക് ഇഷ്ടമില്ലായല്ല എന്നാര് പറഞ്ഞു? രാവണം. അതോടെ പിന്നെ കാരണവർ പറഞ്ഞു എന്താ ചായിക്കോട്ടെ, നമ്മൾ വെറുതെ വേണ്ടാത്തതിന് പോയിട്ട് എന്താ കാര്യം, ഇതൊന്നും നന്നാവണതല്ലേ, ഇതൊക്കെ എന്നെ തല്ലണ്ട അമ്മാവാന്നുള്ള കൂട്ടത്തിൽപ്പെട്ട ജാതിയാണേ ഇത്. ആര് നന്നാക്കാൻ പുറപ്പെട്ടിട്ട് നന്നാവാത്ത ജാതിയല്ലേ അതുണ്ടായത്. അപ്പം ഇങ്ങനെ പറഞ്ഞപ്പോൾ എന്താണ്ടായി വെച്ചാൽ രാവണൻ്റെ ഈ വർത്തമാനം കേട്ടപ്പോൾ വ്രീഡിതോ മാല്യവാൻ, അപമാനിച്ചത് കാരണം മാല്യവാൻ താൻ അപമാനിക്കപ്പെട്ടു എന്നർക്ക് തോന്നി. അത് വല്ലാത്ത വേഷം. ഒരു കാരണവര് കുടുംബത്തെ അമ്മയുടെ മുത്തശ്ശൻ എന്നൊക്കെ പറഞ്ഞാൽ വലിയ കാരണവര് അങ്ങനെയൊക്കെയുള്ള ആളുകൾ ഈ ചെറിയ തലമുറക്കാർ പിന്തുലമുറക്കാർ ഇങ്ങനെ അപമാനിക്കുക എന്നൊക്കെ പറയുന്നതൊരു വലിയ ശാപം തന്നെയാണ്. രാവണൻ്റെ കയ്യിൽ പല ജാതി ശാപങ്ങളുണ്ട്. ജാതി ഈ ഗുരുത്വല്യായ എന്നൊക്കെ പറയില്ലേ നമ്മൾ, ഈ ഗുരുത്വല്യായ വലിയ ദുരിതം തന്നെയാണ്, നന്നാവില്ല ഒരു ദിക്കിലും. അപ്പോഴൊക്കെ രാവണൻ്റെ നേരെ യുദ്ധം ചെയ്യാനായിട്ട് സൈനിക സന്നാഹങ്ങളൊക്കെ വരുത്തി വാനരന്മാരുടെ നേതൃത്വത്തിൽ സേന അടുക്കടുക്കായിട്ട് നിന്നു. അപ്പോൾ രാവണൻ്റെ കൂട്ടത്തു നിന്നും സൈന്യം പുറപ്പെട്ടിട്ടുണ്ട്. ഈ പർവ്വതത്തിൽ സുബേലം എന്ന് പറഞ്ഞ പർവ്വതത്തിൻ്റെ മുകളിലേക്കാണ് ആര് കയറിയത്? രാമൻ്റെ പക്ഷക്കാർ മുഴുവനും കയറി. ഇവരെല്ലാവരും കൂടി എന്താണ്ടായി വെച്ചാൽ അങ്ങോട്ട് കയറിയിട്ട് നല്ലോണം ആ പർവ്വതത്തിൻ്റെ മുകളിലിരുന്ന് എന്ത് നോക്കിയാൽ കാണാം? ലങ്കയായിട്ട് ബന്ധപ്പെട്ട ഭാഗങ്ങളൊക്കെ കാണാം. ലക്ഷ്മണൻ സുബേലത്തിൽ കയറി, രാമൻ കയറി, എല്ലാവരും കൂടി ഈ സുബേലം എന്ന് പറഞ്ഞാൽ വളരെ മനോഹരമായ സുബേലം എന്നൊക്കെ പറയും. ഈ സംസ്കൃതത്തിലെ വായും മാറ്റി പറയും. രവീന്ദ്രനാഥ ടാഗോറുണ്ട്,
എന്നും പറയും വാ എന്നും പറയും. അങ്ങനെ ഒരു സമ്പ്രദായം ഈ ഉത്തരഭാരതത്തിലേക്ക് ഉണ്ട്. വഭയോരഭേദം എന്നൊരു നിയമമുണ്ട്, വായും വായും മാറ്റി പറയാന്ന്. അപ്പോൾ ഇവിടെ എൻ്റെ ഈ സുബേലം അല്ലെങ്കിൽ സുവേലം ആ പർവ്വതത്തിൻ്റെ മുകളിൽ നിന്ന് അങ്ങനെ ഉണ്ടായിച്ചാൽ പറയുക. അപ്പോൾ എന്താ ഉണ്ടായിന്നാണെങ്കിൽ അതിൻ്റെ മുകളിൽ ഇരുന്നവർ നോക്കിയപ്പം അവർ ചിന്തിച്ചിട്ട് ആലോചിച്ച് പറഞ്ഞത് എന്താണെന്നറിയൂ, ഇതാണ് ഉണ്ടായത്. അതായത് എന്താ വെച്ചാൽ അങ്ങനെ ചിന്തിച്ചു നോക്കി, അല്ല എന്താ അല്ലേ കഥ, ഒരുത്തൻ എന്തെങ്കിലും ചീത്തത്തം ചെയ്യും, മറ്റുള്ളവരും അതുകൊണ്ട് നശിക്കും. രാവണനാണ് ഇപ്പോൾ ആരെയെ പിടിച്ചുകൊണ്ട് വന്നത്, സീതയെ പിടിച്ചുകൊണ്ട് വന്നത്. അത് കാരണം ആർക്കൊക്കെ യോഗം ഉണ്ടായി നശിക്കാൻ, ആ വംശത്തിന് തന്നെ നശിക്കാൻ. അതുകൊണ്ടാണ് നമ്മൾ ഈ നല്ലതിനെ കൂട്ടത്ത് കൂട്ടാവൂ. എന്താ കാരണം, നല്ലതിൻ്റെ കൂടെ നമ്മളും കൂടാവൂ. നമ്മൾ മഹായോഗ്യനാണെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല, നമ്മൾ കൂടണത് നല്ലതിൻ്റെ കൂടെ അല്ലെങ്കിൽ നമുക്കും ദുരിതം ഉണ്ടാവേ. ഒരു തോണിയിൽ ഇങ്ങനെ പോകുമായിരുന്നു. തോണിയിൽ പോകുക പറഞ്ഞാൽ മനസ്സിലാവില്ലേ? ഇപ്പോൾ പഴയ കാലത്ത് തോണി പുഴ കിടക്കാനേ വലിയ തോണിയാണ്. 10-35 കാരണവന്മാരെന്തോ വിശേഷത്തിന്, കല്യാണത്തിനോ വിശേഷത്തിനോ എന്തോ പോകുക, നല്ല നല്ല യോഗ്യന്മാർ. 10-65 മുകളിലേക്ക് പ്രായമുള്ളവർ, 10-80 താഴേക്ക് പ്രായമുള്ളവർ, നല്ലോണം അലക്കി നല്ല നല്ല കഞ്ഞി മുക്കിയിട്ട് ഇങ്ങനെ കണ്ടാൽ ഇങ്ങനെ മടല ഉണങ്ങിയ മാതിരി ഇങ്ങനെയുള്ള മുണ്ടൊക്കെ ചുറ്റി അതിൻ്റെ മുകളിലൊരു തോർത്തുമുണ്ട് തോളത്ത് തൊട്ട് നല്ല നീലം മുക്കിയൊക്കെ ഇട്ടിട്ട് അങ്ങനെ അനങ്ങാത്ത മട്ടിൽ, ഇങ്ങനെ മുണ്ടിൻ്റെ മടക്ക് വീഴാത്ത മട്ടിൽ തോണിയുടെ തണ്ടമിലിരുന്ന് ഇങ്ങനെ പോവുക 35 ആളും. ഇവർ 35 ആളും കൂടി തോണിയിൽ കയറി. തോണി ഇങ്ങോട്ട് പുറപ്പെടുമ്പോഴാണ് അപ്പുറത്തുനിന്ന് ഒരു കൂവല് കോയി എന്ന് പറഞ്ഞിട്ട് കൂവ്. എന്ത് ഈ കൂവ് എന്ന് പറയില്ലേ തോണിക്ക്? അപ്പോൾ കൂവല് കേട്ടപ്പോൾ തോണിക്കാരൻ ആരോ വരണ്ടെന്ന് വെച്ച് കുത്തിത്തൊഴിൽ നിർത്തിയിട്ട് അടുപ്പിച്ച് നിർത്തിയേ. അപ്പോൾ ഒരു ചെറുപ്പക്കാരൻ കോളേജ് വിട്ട് വരുന്ന പയ്യനാണ്. അവൻ എന്ത് ചെയ്തു, ഇവനും തോണിക്ക് അങ്ങോട്ട് കയറി. അപ്പോൾ എത്ര ആളായി തോണിയിൽ? 36 ആളായി. ഈ ചെക്കൻ പോയിട്ട് എന്ത് ചെയ്തു, തോണിയുടെ നടുക്ക് അവിടെ പോയി അവിടെ അങ്ങോട്ട് ഇരുന്നു. അവൻ കാരണവന്മാരൊക്കെ ഇങ്ങനെ ഇരിക്കണം, നിരന്നിരിക്കുന്ന നടക്കിയിരുന്നു. കുറച്ചങ്ങോട്ട് ചെന്ന് ഏതാണ്ട് ഈ തോണി പുഴയുടെ നടക്കെത്തിയപ്പോഴാണ് ഈ പുഴയുടെ അപ്പുറത്തെ ഭാഗത്ത് നിന്ന് കോളാമ്പിയിൽ ഇങ്ങനെ പുതിയ സിനിമയത്തെ പാട്ട് ഇങ്ങനെ പാട്ടുണ്ട്. പുതിയ സിനിമയത്തെ 12 മിനിയത്തെ സിനിമയത്തെ ആ പാട്ട് ഇങ്ങോട്ട് തടഞ്ഞപ്പോൾ ഈ ചെക്കൻ അങ്ങോട്ട് എണീട്ടു. ആ പാട്ട് അങ്ങോട്ട് കേട്ടപ്പോൾ ഇവൻ്റെ ഈ കഴുത്തിനും കുഴപ്പമില്ല, കാലിനും കുഴപ്പമില്ല, അതിൻ്റെ ഇടയ്ക്കുള്ള ശരീരം ഇങ്ങനെ പാമ്പിന് തല്ല് കൊണ്ട മാതിരി ഇങ്ങനെ 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 ഇങ്ങനെ. അത് അങ്ങനത്തെ ഒരു സമ്പ്രദായമുള്ള പാട്ടാണേ. കഴുത്തിന് തലയ്ക്കും കുഴപ്പമില്ല, കാലിൻ്റെ മുട്ടിൻ്റെ കീഴ്പ്പെട്ടും കുഴപ്പമില്ല, അതിൻ്റെ ഇടയ്ക്കുള്ള ശരീരത്തിന് ഇങ്ങനെ പാമ്പിൻ്റെ അടികൊണ്ട ജാതി സമ്പ്രദായം. ഒന്നും പറയേണ്ട, വിസ്തരിക്കാനൊന്നുമില്ല. 36 ആൾക്കും ദാഹം തീർന്നു. കാരണവന്മാർ അവിടെ ചെന്നിട്ട് സംഭാരം കഴിച്ച് തീർക്കാമെന്ന് വിചാരിച്ചതായിരുന്നു. പക്ഷെ തെളിവെള്ളം ഇവിടെ തന്നെ കുടിച്ച് എന്ത് തീർന്നു, ഇനി സംഭാരം കഴിക്കാനുള്ള യോഗം ഇല്ല. അങ്ങനെയൊക്കെ ആയിട്ട് തീർന്നു. ഇപ്പം ഈ കാരണവന്മാരും ഒരു ചീത്തത്തം ചെയ്തോറോ അല്ലെങ്കിൽ ഒരു അന്തല്യായ കാണിച്ചോറോ ഒന്നുമല്ല. അവർ നല്ല മട്ടം മാതിരിയിട്ട് അനങ്ങേ ഇളകെ വേണ്ടാതരം കാണിക്കൊന്നുമില്ല. വളരെ ശാന്തന്മാരായിട്ട് തോണിയിലിരുന്നവരാണ്. പക്ഷെ ഇപ്പം എന്താ ഉണ്ടായത്, ഒരോട്ടക്കാരനാണ്. എന്ത് കാരണം? ഒരോട്ടയാണ് എല്ലാവരെയും മുക്കിയത്. മനസ്സിലാവില്ലേ? ഈ ചെക്കൻ കയറി വന്നത് കാരണം അവൻ്റെ വേണ്ടാവൃത്തി കൊണ്ടല്ലേ ഇത് കോണിയിൽ 36 ആളെന്ന് ശരി. അതുകൊണ്ടാണ് നല്ലതിൻ്റെ കൂടെ കൂടിയില്ലേച്ചാൽ നമുക്ക് എന്തുണ്ടാവും, ദോഷം. അതാണ് ഏകോഹി ഗുരുതേ പാപം. ഒരുത്തൻ പാപം ചെയ്താലും അനുഭവിക്കേണ്ടതായിട്ട് വരും എല്ലാവരും കൂടിയാണ്. അതെപ്പോഴും ഒരുത്തൻ ചെയ്താലും അങ്ങനെ തന്നെ. നമ്മളൊക്കെ പലപ്പോഴും ഈ ദുഷ്ടതയിൽ ചെന്ന് ചാർന്ന് കുമ്പളങ്ങ വാങ്ങാൻ അങ്ങാടിക്ക് ഇറങ്ങിയതാണ്. നമ്മളിപ്പം കൂട്ടാൻ വയ്ക്കാനേ ഉച്ചയ്ക്ക് മോരൊഴിച്ചുകൂട്ടാൻ കുമ്പളങ്ങ ഒരു കഷ്ണം കിട്ടുമെന്നാണ് അങ്ങാടിക്ക് ഇറങ്ങിയതാണ്. നമ്മൾ അങ്ങാടിയിൽ ഇറങ്ങി ഇങ്ങനെ നമുക്ക് പിന്നെ അങ്ങനത്തെ സ്വഭാവം എവിടെയും ചെന്ന് അവനെ നമ്മൾ നിൽക്കുന്ന ഒരു ഏർപ്പാടുണ്ട്, വായും പൊളിച്ചിട്ട്. അങ്ങനെ ആ കടയുടെ തിന്നേമിൽ ഇവനെ കുമ്പളങ്ങ നുറുക്കിയത് വാങ്ങി എൻ്റെ കാശം താച്ചാ കൊടുത്ത് മിണ്ടാണ്ട കുമ്പളങ്ങ വാങ്ങി അവനവൻ്റെ കുടുംബത്ത് പോയി അടുക്കളയിൽ കൊണ്ടുപോയി നുറുക്കി കൂട്ടാൻ വെച്ച് മിണ്ടാണ്ട ചോറുണ്ട് കമണ് കിടന്നാൽ ഒരു കുഴപ്പം ആർക്കും ഉണ്ടാവില്ല. നമ്മൾ കുമ്പളങ്ങ വാങ്ങിയിട്ട് അതിങ്ങനെ പിടിച്ചിട്ട് എന്ന് പറഞ്ഞ് നിൽക്കുമ്പോഴാണ് മറ്റേ കൂട്ടരെ ഇങ്ങനെ പ്രകടനം വിളിച്ച് പോകും. അങ്ങനെയും ഇങ്ങനെയും എങ്ങനെയൊക്കെമാരുണ്ട് ഞങ്ങൾ എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ വലിയ കേമായത് വിളിച്ച് അപ്പോൾ എന്തൊക്കെയോ വായ തോന്നിയത് വിളിക്കുന്നുണ്ട്. പോലീസ് ഞങ്ങൾക്ക് പുല്ലാണ് 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 എന്നൊക്കെ പറയണ്ടേ. അപ്പോൾ നമ്മളിത് കേട്ടാൽ നല്ല രസമായിട്ട് തോന്നി. ആ പോലീസുകാരനെ അപ്പുറത്ത് ഇങ്ങനെ അവരാച്ചാൽ മറ്റേ ജാതി പട്ടയൊക്കെ കെട്ടിയിട്ട് ഇങ്ങനെ ആ വേദവ്യാസർ നിൽക്കും പോലെ നിൽക്കുന്നുണ്ട്. ഒരു അങ്ങനെ ഉണ്ടല്ലോ, എന്തൊക്കെയാ പോലീസിനെ കുറിച്ച് എന്തൊക്കെയാ പറയുന്നതെന്ന് അറിയാം. പക്ഷെ പോലീസുകാരെല്ലാവരും ഇങ്ങനെ മഹർഷിമാരെ പോലെ ആ മട്ടാണ്, ശാന്തമായി നിൽക്കുന്ന ഒരു ഇളക്കല്ല ഒന്നുമില്ലേ. അപ്പം നമ്മളെ നോക്കിയിരുന്നു. ഇപ്പം പ്രകടനക്കാർക്കാച്ചാൽ പോലീസുകാരെ ഇളകായതുകൊണ്ട് ഒരു രസമില്ല. പോലീസ് ഇളകുക, ഒരു പരക്കം പാച്ചില അട്ടിപ്പിട്ടിരു കാലം അത്. അപ്പം എന്തുണ്ടാവും, നാളെ എന്ത് വരും പത്രത്തിൽ ഇങ്ങനെ നേതാവ്. പിന്നെ ഇവരാണ് നേതാവ്. ആര്? ആ മഷ്കോപ്പി പൊട്ടിച്ച മൂർധാവ് കൂടി ഒഴിച്ചാൽ നേതാവ്. അങ്ങനെയൊക്കെ വരില്ലേ? അപ്പോൾ നേതാവാനുള്ളൊരു വിദ്യയാണ്. അപ്പം ഇവർ ഒരു രസമില്ല. പോലീസുകാരെന്നെ ശാന്തരായിട്ട് നിൽക്കണം. ഇവരിങ്ങനെ പോലീസിനെ തെറി വിളിച്ചിട്ടൊന്നും പോലീസിനൊരു ഒരനക്കൂല്ല. അവരിങ്ങനെ പരമാവധി. അപ്പോഴാണ് ആ പ്രകടനക്കാരുടെ പിന്നാക്കം വന്നിരുന്നത്. ഒരുത്തൻ എന്ത് ചെയ്തിട്ടുണ്ടോ, ഒരു ഇഷ്ടികയുടെ കഷ്ണം എടുത്തിട്ട് ആ പോലീസുകാരുടെ കൂട്ടത്തിൽ തലമണ്ടയ്ക്ക് ഒരു അങ്ങോട്ട് കൊടുത്തു. പോലീസുകാർ കടന്നൽ കൂടെ ഇളകിയ മാതിരി ഇങ്ങോട്ട് ഇളകിയില്ലേ. എല്ലാവരും കൂടി വട്ടിയെടുക്കൽ അട്ടിക്കലും പെട്ടിപ്പെടാ പെട്ടപ്പെട്ടാ പെട്ടപ്പെട്ട. അപ്പോഴേക്ക് പ്രകടനക്കാരെല്ലാവരും മതിൽ ചാടി ഓടി എവിടേക്കാച്ചാ പോയി. നമ്മളാച്ച കുമ്പളങ്ങ വാങ്ങുന്ന നമ്മൾ നിൽക്കണ്ടല്ലോ അവിടെ. ഈ പോലീസുകാർ ഇങ്ങോട്ട് വന്നിട്ട് പുറത്ത് അടി തന്നെ പടക്ക 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 താനട. അയ്യോ നമ്മൾ തിരുമേനിയാണേ കുമ്പളങ്ങയാണേ തിരുമേനിയാണേ കുമ്പളങ്ങയാണ്. എന്ത് കുമ്പളങ്ങ? പോലീസ് സ്റ്റേഷൻ ചെന്ന് കുപ്പായി ഊരിയപ്പോഴാണ് മനസ്സിലായി തിരുമേനി അറിഞ്ഞില്ല ആ കുമ്പളങ്ങ ഉണ്ടെന്നും പറഞ്ഞു. എന്തെങ്കിലും
നമ്മൾ തോന്നിയാസം വിളിച്ചിട്ടില്ല, ചീത്തത്തം കാണിച്ചിട്ടില്ല, പ്രകടനം പറഞ്ഞിട്ടില്ല, ഒന്നും ചെയ്തിട്ടില്ല. അടി ആർക്കാ കിട്ടിയത്? എന്തിനു കിട്ടി? നമ്മൾ കുമ്പളങ്ങ വാങ്ങാൻ വന്നത്. അത് പോലീസുകാർക്ക് പറഞ്ഞാൽ മനസ്സിലാവും. ഒടുക്കം കുമ്പളങ്ങി നമ്മളും കൂടി ഇങ്ങനെ വറങ്ങലിച്ച് നിൽക്കേണ്ട കണ്ടപ്പോൾ ആ കുപ്പായ ഒരിട്ടാന്ന് അപ്പോഴാ മനസ്സിലാവും വേണ്ടിയിരുന്നില്ല എന്ന്. എന്ത് എന്നുവെച്ചാൽ അർത്ഥം, നമ്മളെ ഈ എന്തിൻ്റെ കൂടെ ആ വറ്റോളുടെ ഈ തോന്നിയാസം നോക്കി അതിൻ്റെ കൂടെ നിന്നിട്ടല്ലേ നമുക്ക് ഈ തല്ല് കിട്ടിയത്? ഇല്ല, അവനവൻ്റെ കുടുംബത്തെ അവനവൻ്റെ കാര്യത്തിൽ അങ്ങോട്ട് പോയിച്ചത് കിട്ടുമോ? അപ്പം നമ്മൾ നല്ലതിൻ്റെ കൂടെ അല്ല കൂടണേശം എന്ത് വലിയ തിരുമേനിയാ പറഞ്ഞ് നിന്നിട്ടും കാര്യമില്ല, പുറത്ത് തന്നെ കിട്ടും എന്ത് കിട്ടേണ്ടത്. അപ്പം അതുകൊണ്ട് എന്ത് ചെയ്യണം? സംസർഗം എപ്പോഴും നന്നാക്കണേ. നോക്കൂ, ഏകോ ഹി ഗുരുതേ പാപം. ഇവൻ ഒരുത്തൻ തോന്നിയാസം കാണിച്ചത് കാരണം അവൻ്റെ കൂടെ പറ്റിക്കൂടി നിന്നവരാണ് ആര്? മറ്റുള്ളവരെ രാക്ഷസന്മാരെല്ലാവരും. അവർക്കൊക്കെ നാശം ഉണ്ടാക്കിയതേ അതിൻ്റെ കൂടെ പറ്റിക്കൂടി നിൽക്കാത്ത ഒരുത്തനെ ഉണ്ടായില്ല. അവൻ അവിടുന്ന് പോവുകയും ചെയ്തു, അവൻ നേരെയാവുകയും ചെയ്തതാര്? അതാണ് നമുക്ക് പറ്റില്ല. ചീത്തത്താ കാണിക്കണേ വെച്ചാൽ നല്ലത് പറഞ്ഞു നോക്കുക, നന്നായിട്ട്. ഇത് ശരിയാവില്ല, നല്ലതല്ല, ഒരു തരത്തിലും അതിനോട് അംഗീകരിക്കുന്നില്ല എന്ന് കണ്ടാൽ നമ്മൾ എന്ത് ചെയ്യണം? അവിടുന്ന് മെല്ലെ യാത്ര പറയണം. നമുക്ക് ശരിയാവില്ല എന്ന് പറഞ്ഞ് പോയില്ല വെച്ചാൽ നമ്മളതിൻ്റെ ഫലം അനുഭവിക്കേണ്ടി വരും. ഇതിപ്പോൾ എപ്പോഴും ശ്രദ്ധിക്കണം. ഇത് മാത്രമല്ല, ഇപ്പം നമ്മളിങ്ങനെ വട്ടം കൂടിയിരുന്ന് വർത്തമാനം പറയുമ്പോൾ ഏതെങ്കിലും ഒരുത്തൻ വേറെ ഒരുത്തൻ്റെ കുറ്റം ചീത്തത്ത് അങ്ങനെ പറയുക, മഹാമോശമായി ചീത്തത്ത് അങ്ങനെ പറയുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? നമുക്ക് പറ്റണ മാതിരി നമ്മളും പറയണം. അങ്ങനെയല്ലേ? അങ്ങനെയാണ് ഇപ്പോൾ പതിവ്. ഒരുത്തൻ ഇങ്ങനെ പറയില്ല, ഒന്നോ രണ്ടോ ആൾക്കാർ വേറെ ഒരാളെ കുറിച്ച് മോശമായിട്ട്, അവിടെ ഇല്ലാത്ത ഒരാളെ കുറിച്ച് മോശമായിട്ട് ഇങ്ങനെ ധാരാളം പറയും. അപ്പം നമ്മൾ എന്ത് ചെയ്യണം? എന്താ ആരും ഒന്നും മിണ്ടാത്തത്? ഒരഭിപ്രായം ആരും പറയുന്നില്ലല്ലോ, ഇല്ലേ? നമ്മളിങ്ങനെ കൂടിയിരിക്കുന്ന സമയത്ത് 2-3-4 ആൾ കൂടിയിരിക്കുമ്പോൾ ഏതോ ഒന്നോ രണ്ടോ പേരെ വേറെ ഏതോ ഒരുത്തിനെ കുറിച്ച് മഹാമോശമായിട്ട് ഇങ്ങനെ പറയണേ. അപ്പം നമ്മളത് കേട്ടിട്ട് ഇങ്ങനെ ജാതി ഭാവം കാണിച്ചിരിക്കണോ വേണ്ടേ? അതൊന്നും ചെയ്യാൻ പാടില്ല. അപ്പോൾ നമ്മൾ പറയുന്നത് ഈ ജാതി വർത്തമാനം ഇവിടെ പറയരുത്. എന്താ വെച്ചാൽ ഇവിടെ ഇല്ലാത്ത ഒരാളുടെ കുറ്റം കുറവ് നമ്മളിവിടെ ചർച്ച ചെയ്യേണ്ട കാര്യമില്ല. അങ്ങനെ ഒരാളെ കുറിച്ച് എന്തെങ്കിലും അദ്ദേഹം വരട്ടെ, അപ്പം നമുക്ക് അദ്ദേഹത്തോട് ചോദിച്ചറിഞ്ഞ് വേണ്ടത് പറഞ്ഞ് തീരുമാനിച്ച് ചോദിക്കാമല്ലോ. അല്ല, ഒരാളില്ലാത്ത സമയത്ത് അയാളെക്കുറിച്ച് മോശമായിട്ട് സംസാരിക്കുന്ന 2ാം തരം സമ്പ്രദായമാണ്. എനിക്ക് അഭിപ്രായമില്ലേ, നിർത്തിക്കോളൂ. ആരോട് പറയണം? ആ സഭയിൽ പറയണം. അങ്ങനെ പറയാൻ മാത്രം തൻ്റെ ഇല്ലാത്തവരാച്ച എന്ത് ചെയ്യണം? നിങ്ങൾ ഈ ചെയ്യുന്നത് ശരിയല്ല, ഇതിലെനിക്ക് പങ്കില്ല, ഞാൻ പോവുകയാണ് പറഞ്ഞ് ഇറങ്ങിപ്പോണം. ഇതാണ് വേണ്ടത്. ഇങ്ങനെ രണ്ടെണ്ണം ചെയ്താൽ എന്തുണ്ടാവില്ല? ആ പറഞ്ഞ ആ ചീത്തത്വത്തിൻ്റെ ദുരിതമല്ലേ, ആ ദുരിതം ഈ ചെയ്ത ആൾക്ക് ബാധിക്കില്ല. യോ മഹതോപി ഭാഷതേ ശൃണോതി തസ്മാദപി യസ്സ പാപഭക് എന്ന പ്രമാണം. മഹത്തുക്കളെ ആരെങ്കിലും നിന്ദിക്കണ സമയത്ത് അത് കേട്ടിരിക്കണോനും എന്തുണ്ട്? പറയണോൻ്റെ അതേ പാപമുണ്ട് എന്നാണ്. എന്താ കാരണം എന്നറിയുമോ? ഒരാൾ ചീത്തത്തം പറയുന്നത് എന്തുകൊണ്ടാണ്? മറ്റൊന്ന് കേട്ടിരിക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ നേരെ നോക്കിയിട്ട് ഒരാളിങ്ങനെ ചീത്തത്തം പറയുമ്പോൾ നമ്മളിങ്ങനെ ഈ വലുപ്പമാണ് ആരെ പ്രേരിപ്പിക്കുന്നത് വീണ്ടും വീണ്ടും പറയാൻ? നമ്മൾ ഈ വായും പൊളിച്ചിങ്ങനെ ചോദിക്കുമ്പോൾ മറ്റേയാൾക്ക് എന്ത് കൂടണോ? മോട്ടിവേഷൻ. ആർക്ക്? പറയണോനൊരു ഉത്സാഹം കൂടിയാണ്. അപ്പോൾ നമ്മുടെ മുഖം ലേശം ചീത്തത്തം പറയുമ്പോൾ കുറച്ച് മുഷിച്ചിൽ കാണിക്കുകയാണെങ്കിൽ മറ്റെന്ത് ചെയ്യും? അയാൾക്കത് പിടിക്കാനില്ല, വേണ്ട, നിർത്തില്ലേ? അപ്പോൾ നമ്മുടെ അതിന് ഇഷ്ടം നമ്മൾ എന്ത് ചെയ്യണം? പ്രകടിപ്പിക്കണം. എന്തിനാ ഇപ്പോൾ ഒരാളെക്കുറിച്ച് കുറ്റം പറയും? നമുക്ക് തന്നെ എടുക്കാൻ മാത്രം കെട്ടും മാറാപ്പും കൊട്ടയും വെട്ടിയും ചട്ടിയൊക്കെ ആയിട്ട് തോളത്തും പുറത്തുമൊക്കെ ഉണ്ട്. പിന്നെ മറ്റേത് പറയാൻ നിൽക്കണമില്ലേ? 2ാം തരം. അതൊക്കെ വലിയ സമ്പ്രദായത്താണ്. അതവിടെ പറഞ്ഞത് ഒരാൾ ചെയ്ത പാപത്തിൻ്റെ ഫലം കൊണ്ട് എല്ലാവരും നശിക്കാൻ പോവുകയാണല്ലോ എന്ന് പറഞ്ഞു. ഈ വാനരന്മാരോട് കൂടിയിട്ട് ഈ ലങ്കയുടെ ഒരു സ്വരൂപം നല്ലോണം കണ്ടു. ലങ്കയുടെ ഈ സ്വരൂപം നല്ലോണം കണ്ടപ്പോൾ ഈ പർവ്വതത്തിൻ്റെ മുകളിൽ ഇങ്ങനെ ഇരിക്കുന്ന സമയത്ത് എന്താ ഉണ്ടായെന്നറിയോ? അപ്പോഴല്ലേ ഉണ്ടായത്? അമ്പോ സുഗ്രീവനും കൂട്ടരൊക്കെ ഉണ്ടായിരുന്നു. സുഗ്രീവൻ അതിൻ്റെ ഇടയ്ക്ക് അവിടുന്ന് പർവ്വതത്തിൻ്റെ മുകളിൽ ഒരു ഒറ്റ ചാട്ടം എങ്ങോട്ട്, ആരോടും മിണ്ടാതൊരു ചാട്ടം അങ്ങോട്ട് ചാടി അവിടേക്ക് ലങ്കയിലേക്ക് അങ്ങോട്ട് ചാടിയിട്ട് അമ്പോ ഒന്നും പറയണ്ട. ഈ രാവണൻ്റെ അടുത്തേക്ക് ചെന്ന് ഒരു അടി ചെക്കിട്ടത്ത് പുറത്തൊരു കുത്തൊരു തട്ട് കിരീടമൊക്കെ അങ്ങോട്ട് തട്ടി മറിച്ച് ആകെ കശപിശ. രാവണനാണെങ്കിൽ പെട്ടെന്ന് രാവിലെ ഇപ്പം ഇത് കിട്ടുമെന്ന് വിചാരിച്ചില്ല. എന്ത് പ്രതീക്ഷിക്കാണ്ട് കിട്ടിയതല്ലേ അമ്പോ. അപ്പോൾ ഇതിങ്ങോട്ട് കണ്ടപ്പോൾ സുഗ്രീവൻ എന്നല്ല എൻ്റെ പേരെന്ന്, എന്നെ ഇപ്പം ഹീനഗ്രീവനാക്കുമെന്ന് പറഞ്ഞു. എന്നെ കഴുത്ത് ഞാൻ മുറിക്കുന്നൊക്കെ പറഞ്ഞു. അവിടെ ലഹള അട്ടിപ്പിട്ടി തട്ടി മറിച്ച് കൂത്തി ഒരുട്ടം ലഹളയും കണ്ടില്ല. അമ്പോ ഒന്നും പറയണ്ട. 2 ആളും കൂടി അങ്ങോട്ടും ഇങ്ങോട്ടും കുത്തി മറിയുന്നത് കണ്ട മാർജാരാവിവ ഭക്ഷാർത്ഥേന്ന്. 2 പൂച്ചോള് ചോറൊരു പാത്രത്തെ കൊടുത്താൽ എങ്ങനെയുണ്ടാവും? 2 പൂച്ചോളേക്കാളും നമുക്ക് പറഞ്ഞാൽ മനസ്സിലായി. 2 പൂച്ചി നായയും കൂടിയാണ്. എന്ത്? ഒരു നായക്കും ഒരു പൂച്ചയ്ക്കും കൂടി ഒരു കിണ്ണത്തിൽ ചോറ് കൊടുത്താൽ എന്തുണ്ടാവും? ദൂരെ നിന്ന് കൊടുത്തോളോട്ടോ, ഒന്ന് കൊടുത്തിട്ട് കുറേ ദൂരേക്ക് നിന്നോളൂ, ഇല്ലെങ്കിൽ നമ്മളെയും കൂടി കൂടെ കൊണ്ടുപോകേണ്ടി വരും. എന്തിൻ്റെ? പൂച്ചയും നായും കൂടി 2 കൂടി കണ്ടാൽ എങ്ങനെയുണ്ടാവും? കശപീശ കൂട്ടില്ലേ? അതുപോലെ ഈ രാവണനും ഈ നമ്മുടെ ഈ സുഗ്രീവനും കൂടി ഗംഭീരമായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഒട്ടുക്ക മട്ടിച്ച് മറച്ചിട്ടിട്ട് ആരും ഓടിപ്പോന്നു.
നമ്മുടെ സുഗ്രീവൻ ഓടി രാമൻ്റെ അടുത്തേക്ക് വന്നു. രാമൻ്റെ അടുത്തേക്ക് വന്ന സമയത്ത് രാമൻ ചോദിച്ചു, അല്ല സുഗ്രീവ, എന്ത് പണി കാണിച്ചത്? ഒരാളോടും മിണ്ടാതെ അങ്ങോട്ട് പോവുക, എന്നിട്ട് അവിടെ ചെന്ന് കുത്തിമറി, ശരിയായില്ല കേട്ടോ എന്നും പറഞ്ഞു. അപ്പം സുഗ്രീവൻ പറഞ്ഞു, ഒന്നും ഞാൻ പെട്ടെന്ന്, എന്ത് പെട്ടെന്ന്, ഇങ്ങനെയൊക്കെ എന്തെങ്കിലും ചെയ്യുമ്പോൾ ഒന്ന് പറഞ്ഞിട്ട് മനസ്സിലാക്കി, ഞാൻ അങ്ങോട്ട് പോണ കാര്യം പറഞ്ഞു, പക്ഷെ ഞാൻ സമ്മതിക്കില്ലായിരുന്നു. അയ്യ അങ്ങനെയല്ല, എന്താ വെച്ചിട്ടുണ്ടോ, ഇവിടെ ഇങ്ങനെ പോയി ആരും ഇല്ലാണ്ട് അപ്പറ്റേക്ക് മുമ്പിക്ക് പോയി എന്താ ഉണ്ടാവുക എന്ന് പറയാൻ വെച്ചിട്ടുണ്ടോ, അന്തല്ലേ കാണിക്കുക അങ്ങടെ ആരും ചോദിച്ചു. രാമൻ കുറിച്ച് ശാസിച്ചു, സ്നേഹത്തോടെ പറയില്ലേ, ഇങ്ങനെയൊക്കെ ചെയ്യുക, ആരും ഇല്ലാണ്ട് ഒറ്റയ്ക്ക് അങ്ങോട്ട് പോവുക. രാവണൻ ഇപ്പം പിടിച്ച് എന്തെങ്കിലും അങ്ങോട്ട് ചെയ്തു, എന്ത് ചെയ്യും നമ്മൾ? ഒറ്റയ്ക്കൊക്കെ പോകാൻ പറ്റിയ സ്ഥലമാണോ അത്? എന്താ കാണിക്കണ്ട, നീ അന്തല്ലേ കാണിക്കരുത് കേട്ടോ. ആരോടും സ്നേഹശാസനം നടത്തി സുഗ്രീവനെ. അപ്പൊ സുഗ്രീവൻ അത് കേട്ടവന്, അല്ല അങ്ങനെയല്ലാന്നേ, അങ്ങയുടെ ഭാര്യയെ കട്ടുണ്ടോന്നോ അവനെ കണ്ണിന്റെ മുമ്പിൽ കണ്ടാ പിന്നെ ഞാൻ അങ്ങനെ നിന്ന് നോക്കി ചിരിക്കുക വേണ്ടത് അവനെ? എനിക്കങ്ങോട്ട് ദേഷ്യം വന്നു, പോയി കിട്ടത്തന്ന് അങ്ങോട്ട് പൊട്ടിച്ച് പടക്കാന്നും പറഞ്ഞു. അപ്പൊ ഒരു സമാധാനം എടുക്കിയെന്നും പറഞ്ഞാല് സുഗ്രീവനെ ചേർത്ത് പിടിച്ചിട്ട് രാമൻ പറഞ്ഞു, കാര്യമൊക്കെ ശരി, അങ്ങയുടെ സ്നേഹയ്ക്കറിയാം, എന്നാലും ഇങ്ങനെ എന്ത് ചെയ്യരുത്, കട്ടുങ്കൈ ചെയ്യരുത്, അസാഹസം കാണിക്കരുത് കേട്ടോ എന്ന് പറഞ്ഞ് ശാസിച്ചു. ആരെയും സുഗ്രീവൻ പറഞ്ഞു, ഇനി ചെയ്യില്ല എന്ന്. എനിക്കിങ്ങനെ കിട്ട് അപ്പൊ അവർ തമ്മിലുള്ള സ്നേഹബന്ധത്തിൻ്റെ പറയുന്നത്. നമുക്കപ്പോൾ നമ്മുടെ സ്വന്തക്കാരെ ആരെങ്കിലും ഇങ്ങനെയൊക്കെ ഉപദ്രവിച്ചാലല്ലേ നമുക്ക് എന്ത് തോന്നുള്ളൂ, ഒരു അവനവൻ്റെ എന്നൊരു തോന്നലുണ്ടാവുള്ളൂ. അപ്പൊ സുഗ്രീവൻ്റെയും രാമൻ്റെയും കൂടി ബന്ധം വെറും ഒരു വിളക്ക് കത്തിച്ച് കൈ നീട്ടിയ ബന്ധം അല്ല. അങ്ങനെ തുടങ്ങിയത് ചിലപ്പോൾ അത് എന്തായിട്ട് തീർന്നു, നല്ല ബന്ധം. അങ്ങനെയാണ് ഈ സജ്ജനങ്ങളുടെ ബന്ധം. തുടക്കത്തിൽ അത്രയ്ക്കൊന്നും മുറുക്കുണ്ടാവില്ല, പിന്നെ അത് ഇങ്ങനെ മുറുകി വരും. അതാണ് സജ്ജന സംസർഗത്തിൻ്റെ ബന്ധം ശക്തി കൂടിയിട്ടാണ് വരിക. ദുഷ്ട സംസർഗം എങ്ങനെയാണെന്ന് പറയാം, കാണുമ്പോൾ അങ്ങനെ എല്ലാ ബന്ധമായിരിക്കും, പിന്നെ മുറുക്കല്ലാണ്ടേ അതാണ് ഇല്ലാണ്ടാവും. വ്യത്യാസം നോക്കൂ, അതാണ്ടായതേ. അങ്ങനെ സുഗ്രീവൻ്റെ ആ പ്രവൃത്തിയൊക്കെ കണ്ട് രാമൻ ശാസിക്കുകയൊക്കെ ചെയ്തു. അങ്ങനെ ഉണ്ടായി. തവ ഭാര്യാപഹർത്താരം ദൃഷ്ട രാഘവ രാവണം, അങ്ങയുടെ ഭാര്യയെ കൊണ്ടായ ആ രാവണനെ കണ്ടാൽ എനിക്ക് മിണ്ടാണ്ടിരിക്കാൻ പറ്റുമെന്നാണ് ചോദിച്ചതേ. അങ്ങനെ അടിയൊക്കെ കഴിഞ്ഞ് തിരിച്ചു വന്നു. ഏതായാലും രാവണനൊരു സൂചന കിട്ടി, ടെസ്റ്റ് ഡോസ് എന്തായിരുന്നു വിത്തുള്ള കയറി. സുഗ്രീവൻ കൊടുത്തതാണ്, സുഗ്രീവനല്ല ഹനുമാൻ കൊടുത്തതാണത്. എന്താ ഹനുമാൻ വന്നിട്ട് എന്താ ചെയ്തത്? മറ്റുകളുടെ കൊട്ടാരൊക്കെ കത്തിച്ച് കളഞ്ഞില്ലേ. ഇപ്പം യുദ്ധത്തിന് തയ്യാറായിട്ട് പാലം കെട്ടി കടന്ന് വന്ന ലങ്കയിലേക്ക് വന്നിട്ട് ആദ്യം തന്നെ സുബേലത്തിൻ്റെ മുകളിൽ നിന്ന് രാവണനെ നോക്കി കണ്ടിട്ട് എന്താ ചെയ്തത്? സുഗ്രീവൻ നല്ലോണം കൊടുത്തില്ലേ. അപ്പം അതൊക്കെ ഉണ്ട്, ഇവരുടെ യുദ്ധമൊക്കെ ഉണ്ടായി. അതൊക്കെ കഴിഞ്ഞിരിക്കുന്ന സമയത്ത് പിന്നെ എന്തായി, ഇനിയിപ്പം വേണ്ടത് ലക്ഷ്മണ നമുക്ക് യുദ്ധത്തിന് പുറപ്പെടാമെന്ന് പറഞ്ഞാൽ യുദ്ധസന്നാഹമായിട്ട് പുറപ്പെട്ടു വരെ. അങ്ങനെ എന്താ ഉണ്ടായെന്നാണെങ്കിൽ ഈ വിഭീഷണനെ വിളിച്ചിട്ട് പറഞ്ഞു, വിഭീഷണ നമുക്ക് എന്നാൽ യുദ്ധത്തിന് പുറപ്പെടുക. യുദ്ധത്തിന് പുറപ്പെടുമ്പോൾ നമുക്ക് എന്തേ വേണ്ടു? നമ്മൾ എന്തിനും പുറപ്പെടുന്ന സമയത്ത് സമരം ചെയ്യാൻ പുറപ്പെടുമ്പോൾ നോട്ടീസ് കൊടുക്കുന്ന ഏർപ്പാടുണ്ട്. എന്ത്? അല്ലാതെ രാവിലെ വന്ന് നിങ്ങൾ സമരം വിളിക്കാൻ പാടുണ്ടോ? നമ്മളിപ്പോൾ എന്തിന് സമരം വിളിക്കുകയാണെങ്കിൽ അതൊരു നോട്ടീസ് കൊടുക്കും. ഇന്ന കാരണത്താൽ മനസ്സിലായില്ലേ, കുളിമുറിയുടെ ആ കുളത്ത് പൊട്ടിപ്പോയത് കാരണവും കുളിമുറിയുടെ കുളത്ത് പൊട്ടിയത് കാരണവും അങ്ങനെ മറ്റേ ദിക്കിൽ വെള്ളം വീണ് വഴിക്കുള്ളത് കാരണവും ഞങ്ങൾ എന്ത് ചെയ്യണു? ഇന്നലെ ചോറുണ്ണുമ്പോൾ 2 കല്ല് കിട്ടിയത് കാരണവും ഒക്കെ ഞങ്ങളിന്ന് സമരം ചെയ്യണമെന്ന് എന്ത് ചെയ്യണം? നോട്ടീസ് കൊടുത്തതിന് ശേഷമേ സമരത്തിന് പുറപ്പെടാവൂ. അങ്ങനെയല്ലേ പതിവ്. അപ്പം ഇതിനെന്ത് ചെയ്തു? നേരെ നമ്മുടെ സുഗ്രീവനും രാമനും ലക്ഷ്മണനും അതുപോലെ വിഭീഷണനും ഇപ്പോൾ ഇവിടെ കമ്മിറ്റിയിലുണ്ട്. ഏത് കമ്മിറ്റിയിൽ? അദ്ദേഹം ഇപ്പോൾ പുതിയ ആൾ വന്നാണെങ്കിൽ അദ്ദേഹത്തെ കമ്മിറ്റിയിൽ വലിയ എക്സിക്യൂട്ടീവ് പദവിയിലുണ്ട് അദ്ദേഹം. സുഗ്രീവനും എല്ലാവരും കൂടി കൂടിയിട്ട്. ഇപ്പോൾ സുഗ്രീവനും നമ്മുടെ ഹനുമാനും വിഭീഷണൊക്കെ വളരെ വലിയ സ്നേഹിതന്മാരാണ് കേട്ടോ. പണ്ടതൊക്കെ പറഞ്ഞു വെച്ചാൽ ഇപ്പോൾ വലിയ സ്നേഹക്കാരാണേ. അപ്പോൾ പറഞ്ഞു, നമുക്ക് എന്താ ചെയ്യാൻ നല്ലത്? എന്തായെങ്കിലും നമുക്കൊരു ദൂതനെ അയക്കുക. ആരെ അയക്കാൻ നല്ലത്? ആരെങ്കിലും പറഞ്ഞയക്കാൻ വയ്യ, ഒരു ഔദ്യോഗിക പദവിയിലുള്ള ആളെ അയക്കണം. അപ്പം ആരെയപ്പം അയക്കുക നോക്കുമ്പം ഇപ്പം സുഗ്രീവൻ നേരിട്ട് പോകുന്നത് മോശം. എന്താ കാരണം? രാജാവല്ലേ, രാജാവ് നേരെ പോകാനും ശരിയല്ല, വാനര രാജാവല്ലേ. പിന്നെ രാമൻ പോകുന്നതും ശരിയല്ല. എന്താ കാരണം? അങ്ങനെയാണല്ലോ. അപ്പം ആരെ അയക്കുക? അപ്പോൾ നമ്മൾ സ്ഥാനം കൊണ്ട് നോക്കുമ്പോൾ അങ്കദനെ അയച്ചാലോ? അങ്കദനാവുമ്പോൾ ചെറുപ്പക്കാരനാണ്, ഇനിയും പിന്നെ എന്തുവാണ്, യുവരാജാവുമാണ്, ഉത്തരവാദിത്വമുണ്ട്, നല്ല കേമാണ്. അപ്പൊ വിളിച്ചോ അങ്കദം ബാലിതനയം സമാഹൂയേതമബ്രവീൽ ഗച്ഛ സൗമ്യ ദശഗ്രീവം ബ്രൂഹി മദ്വജനാൽ കപേലംഘയിത്വാ പുരീം ലങ്കാംഭയം ദക്ത്വാ ഗതവ്യഥ. പോയിട്ട് ലങ്കാപുരിയിൽ ചെന്നിട്ട് ആരോട് വിവരം പറയണം, ഞങ്ങൾ ഇങ്ങനെയൊക്കെ ആയിട്ട് വന്നതാണ്, കാര്യം ഒക്കെ ഒന്ന് പറഞ്ഞോളൂ എന്നും പറഞ്ഞു. അപ്പം ഇത് കേട്ടപ്പം ഇതെന്താ ഈശാല ഈ അങ്കദന് സന്തോഷമായി. എന്താ ഇവർക്കൊക്കെ സന്തോഷമാവാൻ കാരണം എന്താ ചോദിച്ചാൽ, പോയാൽ നമുക്കൊന്ന് അങ്ങോട്ട് തുറന്ന് പെരുമാറാൻ അവിടെയൊക്കെ പോയാൽ അവിടെ. അപ്പോൾ സുഗ്രീവനൊന്ന് നല്ലോണം ഒന്ന് എന്ത് ചെയ്തു, തൻ്റെ കയ്യും കാലും ഒക്കെ ഒന്ന് മറന്നൊന്ന്
ലേശം നേരെ ഒരു ഉത്സാഹമൊക്കെ ആയി. അപ്പം അതുപോലെ ഈ സന്തോഷമായി. അങ്ങോട്ട് ചെന്നിട്ട് എന്തേ പറഞ്ഞു വെച്ചാൽ നേരെ നമ്മുടെ അംഗദൻ പോയിട്ട് പറഞ്ഞു, ഹേ രാവണ, ഞാൻ കോസലേന്ദ്രസ്യ രാമസ്യ, കോസലേന്ദ്രരാമൻ്റെ ദൂതനായിട്ട് വന്ന ആളാണ്. അതുകൊണ്ട് എന്തേ വേണ്ടു ചോദിച്ചാൽ ഞങ്ങൾ യുദ്ധത്തിന് പുറപ്പെടണം. ഒന്നുകിൽ അരാക്ഷസമിമം ലോകം കർത്താസ്മി നിശിതൈശരൈഹി, രാക്ഷസന്മാർ ഈ ലോകത്തിൽ ഇല്ലാത്ത മട്ടാക്കാനാണ് ഞങ്ങൾ വന്നത്. അത് പരിപാടി കഴിയുമ്പോഴേക്ക് ആ ജാതി സാധനം ഇനി ലോകത്ത് ഉണ്ടാവില്ല. ഏത് സാധനം? രാക്ഷസന്മാരുണ്ടാവില്ല. അതുകൊണ്ട് ലങ്കയുടെ ഐശ്വര്യത്തെ നിനക്ക് വേണമെങ്കിൽ രക്ഷിക്കാം, യുദ്ധത്തിന് പുറപ്പെട്ടോളൂ എന്നും പറഞ്ഞു. അപ്പോൾ ഇത് പറഞ്ഞപ്പോൾ എന്താണ്ടായി വെച്ചാൽ, ഈ ദൂതനാണ് ഞാൻ, ഇങ്ങനെയൊക്കെയാണ്. ബാലിപുത്രോങ്കതോ, ബാലിയുടെ മകനാണ്, അങ്കദനാണ് ഞാൻ, യതിതേ ശ്രോത്രമാകത, കേട്ടിട്ടില്ലേ താൻ എന്നൊക്കെ ചോദിച്ചു. ആരോട്? രാവണനോട്. അതെന്താ അങ്ങനെ, ഞാൻ ബാലിയുടെ മകനാണ്, അങ്കദനാണ്, കേട്ടിട്ടില്ലേ താൻ എന്ന് ചോദിക്കാൻ കാരണം എന്താ വെച്ചിട്ടുണ്ടോ? അത് ചോദിച്ചതിനൊരു കാരണമുണ്ട്. ഈ ബാലി പണ്ട് നമ്മുടെ ഈ രാവണൻ എന്താ ചെയ്തു വെച്ചാൽ, രാവണൻ ഇങ്ങനെ ലോകം മുഴുവൻ അലഞ്ഞ് തിരിഞ്ഞ് നടന്ന് എല്ലാവരെയും കൊന്നും യുദ്ധം ചെയ്തും ആക്രമിച്ചും നടക്കുന്ന കാലത്ത് ഒരിക്കൽ എന്താണ്ടാ വെച്ചാൽ ഈ കിഷ്കിന്ധയിൽ വന്നു. കിഷ്കിന്ധയിൽ എന്ന് ബാലിയാണല്ലോ രാജാവ്. അപ്പോൾ ബാലിയുടെ അടുത്തേക്ക് ചെന്നപ്പോൾ എന്താണ്ടായി വെച്ചാൽ, ബാലി എങ്ങനെയാ ചോദിച്ചാൽ, ബാലി മഹാകേമനാണേ. ബാലി ദിവസവും സന്ധ്യാവന്തനം കഴിക്കുക. പക്ഷേ 4 കടലിലും പോയിട്ട് കുളിച്ച് ഊക്കഴിച്ചിട്ടാണ് സന്ധ്യാവന്തനം കഴിക്കുന്നത്. ഒരു കിണ്ടി വെള്ളം കൊണ്ട് എങ്ങനെയാണ് കഴിക്കുന്നത് നമുക്കേ അറിയില്ല. എന്ത് ഈ അങ്ങനെയുണ്ട്. ബാലിയെ വലിയ കേമനായതുകൊണ്ടേ 4 കടലിലും പോയി കുളിച്ച് സന്ധ്യാവന്തനം കഴിക്കും രാവിലെ. അമ്പോ അത്രയ്ക്ക് കേമന, ഒറ്റച്ചാട്ടത്തിന് ഓരോ ദിക്കിലെത്തി. അങ്ങനെ ഒരു ദിവസം ബാലി ഇങ്ങനെ സന്ധ്യാവന്തനം കഴിച്ച കടലിലൊക്കെ ജപിച്ചിരിക്കുന്ന സമയത്താണ് രാവണൻ വന്നു. അപ്പോൾ ആരോ പറഞ്ഞു കൊടുത്തു രാവണന്, ഈ ബാലിയെ പിടിക്കാൻ സൗകര്യം എവിടെയെന്ന് അറിയൂ, ഈ വാലുമ്പ പിടിക്കണം എന്നും പറഞ്ഞു. അപ്പം അങ്ങനെ പതുങ്ങി പോയിട്ട് രാവണൻ എന്ത് ചെയ്തു, 2 കൈ കൊണ്ട് വാല് പിടിച്ചു. 2 കൈ കൊണ്ട് ഇങ്ങോട്ട് വാല് പിടിച്ചപ്പം ബാലി രാവണൻ്റെ ആ 2 കൈ ഇങ്ങനെ ചുറ്റി. അപ്പം 2 കൈയോടുകൂടി പിടിച്ചു, അതും ചുറ്റി. ഇത് എത്ര ഉണ്ട് സാധനം? 20 അങ്ങനെ ഉണ്ടല്ലോ, 20 എണ്ണല്ലേ. 20 ഇങ്ങോട്ട് ചുറ്റി, കൈ പിടുത്തം കിട്ടാണ്ട് ഒടുക്കം രാവണനെ കൊണ്ട് മുഴുവനും കൂടി ഇങ്ങോട്ട് കൂട്ടിയിട്ട് ചുറ്റി അരി പിടിച്ചു. ബാലി എപ്പോഴും ജപം നിർത്തിയിരുന്നു, ജപം നടക്കേണ്ടത് നല്ലോണം. അങ്ങനെ എന്താ ചെയ്തു വെച്ചാൽ, ഈ ബാലി രാവണനെ വാലുമ്പിൽ ഇങ്ങോട്ട് ചുറ്റി നല്ലോണം കണ്ട് നേരെയാക്കിയിട്ട് കടലിലൊന്ന് മുക്കി. എന്നിട്ട് ആ കടലിലൊക്കെ കല്ലുമ്പിൽ തല്ലി. നമ്മുടെ ഈ പഴയ മുണ്ടൊക്കെ കണ്ടിട്ടില്ലേ, പുഴുങ്ങി തിരുമ്പണു, അതേ ജാതിയിൽ മുക്കുക, അടിക്കുക, മുക്കുക. അതിൻ്റെ ഇടയ്ക്ക് ഒരു പീ എന്നുള്ള ശബ്ദം ഇങ്ങനെ കേൾക്കാണ്ട്. അത് ഈ ജപത്തിൻ്റെ ഇടയ്ക്ക് കേൾക്കണമില്ലേ, ചെറിയൊരു ശബ്ദം മുഴുവൻ കൂട്ടി കെട്ടിയ കാരണം ആ ഒരു ഇടയ്ക്കൊരു ശബ്ദം വരും. മുക്കുക, അടിക്കുക, മുക്കുക, അടിക്കുക. അങ്ങനെ 4 സമുദ്രത്തിൽ ഇതെന്താ വെച്ചാൽ, ബാലി ചാടുമ്പോഴൊക്കെ വാലുമ്പിലാരുണ്ട്? നമ്മൾ ഈ 68 ചക്കറുള്ള മറ്റേ വലിയ ലോറിയില്ലേ, ആ ലോറിയുടെ മുകളിലൊക്കെ പട്ടയും പാളയും പെട്ടുപോയി എങ്ങനെ ഉണ്ടാവും? വലിയ ലോറിയിലാണ് 28-38 ചക്കറുള്ള വലിയ മറ്റേ ലോറി കണ്ടിട്ടില്ലേ, കാറും മറ്റേ വലിയ വണ്ടിയൊക്കെ കൊണ്ടുപോകുന്ന ലോറി. അജാതി ലോറിയുടെ ആ വക്കത്തെ കുളത്തുമ്മൽ വല്ല പട്ടയോ പാളയോ പെട്ടുപോയി ആരും അറിയില്ല. അത് കന്യാകുമാരിയിൽ നിന്ന് കാസർഗോഡ് വഴി പോയി കാശ്മീരിലെത്തിയാലും വണ്ടിക്കാർ കാണില്ല എന്ന് പറഞ്ഞാൽ മതി. ബാലി അതൊന്നും അറിഞ്ഞില്ല എന്നാ തോന്നുന്നു. ഈ സാധനം വാലുമ്പോൾ കുടുങ്ങിപ്പോയത്. എന്തായാലും 4 കടലിലും മുക്കി, നല്ലോണം മുക്കി. അതൊന്നും ബാലിയുടെ ഈ പരിപാടി ഉണ്ട്. രാവണൻ വെളുത്ത് കിട്ടി, എന്ത് മുണ്ടൊക്കെ എന്താ മുക്കി അടിച്ചാൽ വിളക്കില്ലേ നല്ലോണം. അങ്ങനെ അടിച്ച് മുക്കി അലക്കി 4ാമത്തെ കടലത്തെയും കഴിഞ്ഞപ്പോൾ ഒരു മൂളലിങ്ങീനായി. അപ്പോൾ ബാലി നോക്കി എന്താ വാലുമ്പെന്ന് മൂളണു. നോക്കിയപ്പോൾ ഇതിങ്ങനെ ഗോതമ്പ് മാവ് കുഴച്ച് പാകാക്കിയ മാതിരി ഒരു സാധനം ഉണ്ട്. ചോദിച്ചു എന്താ ചോദിച്ചു എന്നും പറഞ്ഞു. തനിക്കിപ്പോൾ എന്താ വേണ്ടത്? ഒന്നുമില്ല എന്നും പറഞ്ഞു. എന്നാലും പറഞ്ഞു നിനക്കിപ്പോൾ വല്ലതും വേണോ ചോദിച്ചു. അപ്പോൾ ഈ രാവണൻ എല്ലാവരെയും തോൽപ്പിച്ച് എല്ലാവരുടെയും മുമ്പിൽ വലിയ ആളായിട്ട് വന്ന രാവണൻ ബാലിയുടെ മുമ്പിൽ പറഞ്ഞു, എനിക്കിപ്പോൾ ഒന്നേ വേണ്ടു. എന്താ വേണ്ടത്? നമ്മൾ തമ്മിൽ ക്ലോസ് ഫ്രണ്ട്സ് ആവണം എന്നും പറഞ്ഞു. ആയിക്കോട്ടെ അതാവാന്നും പറഞ്ഞു. അങ്ങനെ ബാലിയോട് സൗഹൃദമാണ് ആര് ചോദിച്ചത്? ഈ രാവണൻ്റെ ഒരു സ്വഭാവം അത്. തന്നേക്കാൾ ഇത്തിരി കുറഞ്ഞവരെ ചവിട്ടിത്തേക്കും, മനസ്സിലായില്ലേ? തന്നേക്കാൾ കൂടിയവരുടെ കൂടെ സൗഹൃദത്തിൽ പിടിക്കും. ഇപ്പം ബാലിയുടെ കൂടെ സൗഹൃദ പിടിച്ചതേ ആ ബാലിയുടെ മകൻ അങ്കദനാണ് ഞാൻ. ഡു യു നോ ചോദിച്ചു. പിന്നെ അറിയാതിരിക്കുമോ? എന്താ കാരണം? പണ്ട് മുണ്ടലക്കിയതൊക്കെ ഓർമ്മയുണ്ടാവുമല്ലോ, അതാ ചോദിച്ചത്. കേട്ടിട്ടില്ലേ ചോദിച്ച ചോദ്യം. കേട്ടിട്ടില്ലേ എന്നുള്ളത് എന്തൊക്കെയുണ്ട്? തൻ്റെ അച്ഛൻ ബാലിപുത്രോ അങ്കദോ, ബാലിയുടെ മകൻ അങ്കദനാണ് എന്ന് പറഞ്ഞിട്ട് ഈ കേട്ടിട്ടില്ലേ എന്ന് ചോദിച്ചതിൻ്റെ അർത്ഥം അന്നത്തെ അതൊക്കെ ഓർമ്മയില്ലേ? അച്ഛൻ്റെ കേമത്ര ഓർമ്മയില്ലേ? അപ്പം ഞാൻ മോശക്കാരനല്ല, അച്ഛൻ്റെ മകനാണല്ലോ. അപ്പം ഏതാണ്ട് കണക്കിൽ വെച്ചോളൂ എന്നൊരു വലിയ കാര്യമായിട്ട് പറഞ്ഞ്. അപ്പം അതുകൊണ്ട് ഇതൊക്കെ പറഞ്ഞ് അവിടെ നിന്ന് ഞാൻ രാമൻ്റെ ദൂതനായിട്ട് വന്നിരിക്കുകയാണ്. അതുകൊണ്ട് പറയുകയാണ് എന്താ വെച്ചാൽ, രാമൻ്റെ ഭാര്യ സീതയെ താൻ ദുഷ്ടസമ്പ്രദായത്തിൽ പിടിച്ചു കൊണ്ടുവന്നിരിക്കണോ. അതുകൊണ്ട് എന്തേ വേണ്ടു? നച്ചേൽ സൽകൃത്യ വൈദേഹീം പ്രണിപത്യ
ദർശിസി, രാമൻ്റെ അടുത്ത് വന്ന് തൊഴുത് സീതാദേവിയെ കാൽക്കൽ കൊണ്ടുപോയി വെച്ച് നമസ്കരിച്ചില്ല വെച്ചാൽ നമുക്ക് പിന്നെ കാണാമെന്നും പറഞ്ഞു. ആരോട്? നോക്കിക്കോളൂ എന്നും പറഞ്ഞു. ഇതാണ് ദൂത്. ഇത്രയേ ഉള്ളൂ. യുദ്ധം വെറുതെ അങ്ങോട്ട് തുടങ്ങുകയല്ല. അപ്പം രാവണന് ഇപ്പം ഈ അവസാന നിമിഷമാണെങ്കിലും ഈ സീതയെ കൊണ്ടുപോയി കൊടുക്കാൻ തോന്നി. എന്ത് വേണ്ട? യുദ്ധം വേണ്ടല്ലോ. അവസാനത്തെ കണക്കായിട്ടാ പറഞ്ഞത്. അതുകൊണ്ട് എന്തേ ചെയ്തോളൂ, മനസ്സിരുത്തിക്കോളൂ. ഇതിങ്ങോട്ട് കേട്ടപ്പോഴേക്കേ നോക്കൂ, രാവണനെ അങ്ങോട്ട് ദേഷ്യം അങ്ങോട്ട് വന്നിട്ടൊന്നും പറയണ്ട. ഇവനെ ആരും ഇല്ലേ ഇവനെ നേരെയാക്കാൻ ചോദിച്ചു. ഓ ഈ ഇത്